ഇതിലും എളുപ്പത്തിൽ പൂരി ഭാജി ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഈസി ആയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറ്. നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവ് ഒന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദപ്പൊടി, 2 ടീസ്പൂൺ റവ വറുത്തത് വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉരുളയാക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബാജി ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ഒരു സബോള നുറുക്കിയെടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാനിതൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇടിക്കല്ലിലിട്ട് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുനുകുനാന്ന് അരിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്തോളൂ. ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പണിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം സബോളയും ഉരുളക്കിഴങ്ങും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വെള്ളം ഉരുളക്കിഴങ്ങിൻ്റെ 1/4 ഭാഗം വരെ വെച്ച് കൊടുക്കണം. എന്നാലും ശരിക്കും അത് വെന്ത് കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് അടുക്കി പിടിക്കാണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 5-8 വിസിലും കൂടെ കളഞ്ഞെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിലുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഉടഞ്ഞ് കിട്ടും. എല്ലാതും ഉടക്കണമെന്നില്ല, ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കിനി താളിച്ചൊഴിക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് സബോളയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മുടെ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സബോള ഇങ്ങനെ ഇട്ട് കൊടുക്കണത് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക്. പിന്നെ ഇതിൽ ചിലവർ കുറച്ച് കടലമാവിൻ്റെ പൊടി കുറുക്കി ഒഴിക്കും. അപ്പോൾ ഇവിടെ അത് ഇഷ്ടമില്ലാത്തവരുണ്ടാണ് അത് ഒഴിക്കാത്തത്. ഇനി അടുത്തൊരു പ്രാവശ്യം ഞാൻ അതുപോലെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിതുപോലെ പ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. ചിലവർ പലകേമ വെച്ച് പരത്തി ഉണ്ടാക്കുന്നവരുണ്ട്. എന്നിട്ട് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായോ നോക്കാൻ വേണ്ടി ഒരു പൊട്ട് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പൂരിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് മൊരിയിച്ചെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിലുള്ള കളറിൽ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. ചിലവർക്ക് അധികം കളറാവണത് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ ഇത്തിരി മൊരിയിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രിസ്പിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പൂരിയും ബാജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വേഗം തന്നെ നമുക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൂരി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.